നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. എന്നാലും അതിൻ്റെ സമകാലീന പ്രസക്തി വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ വീണ്ടും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ പൊതുവേയും പ്രത്യേകിച്ചും പെൺകുട്ടികളും ആൺകുട്ടികളും എടുക്കേണ്ട ഒരു വാക്സിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, HPV വാക്സിൻ എന്ന് പറയുന്ന വാക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വാക്സിൻ എന്തിനാണ് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ എടുക്കുന്നത്? ഭാവിയിൽ അവർക്ക് ക്യാൻസർ സെർവിക്സ് എന്ന മാരകമായ രോഗം വരാതിരിക്കാൻ വേണ്ടി, ആ രോഗത്തിനെ തടയാനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഈ വാക്സിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭാവിയിൽ വരുന്ന ക്യാൻസറിനെ ഇപ്പോൾ എടുക്കുന്ന വാക്സിൻ, 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ എടുക്കുന്ന വാക്സിൻ എങ്ങനെ തടയും എന്ന് ചോദിച്ചാൽ അത് കുറച്ച് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ക്യാൻസറുകൾ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നതിന് പൊതുവെ ഒരു ധാരണയില്ല. പല ക്യാൻസറുകളും ഉണ്ടാകുന്നതിന് നമ്മൾ അപകട കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ ക്യാൻസർ ഇന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ വയ്യ. എന്നാൽ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം അഥവാ സെർവിക്സിൽ വരുന്ന ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന അണുവാണ് എന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വൈറസ് ബാധ എങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും? അത് പൊതുവേ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നതിന് ലൈംഗിക ബന്ധത്തിലൂടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള കൗമാരപ്രായക്കാർക്ക് എന്തിന് അത് കൊടുക്കണം? അതായത് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ ആ വാക്സിൻ അവർക്ക് കൊടുത്തിരുന്നാൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയമാവുമ്പോഴേക്കും, അതായത് ഒരു കല്യാണപ്രായമാവുമ്പോഴേക്കും ഈ വൈറസിനെ ചെറുക്കാനുള്ള ആൻറ്റിബോഡീസ് അവരുടെ ശരീരത്ത് ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ അണു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്? അത് പൊതുവെ സാധാരണമായി കാണുന്ന ഒന്നാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സ്ത്രീകളുടെ സെർവിക്സിലും ഈ വൈറസ് കടന്നുകൂടാറുണ്ട്. എന്നാൽ ഒരു നല്ല ശതമാനം പേരിൽ അത് അവിടുത്തെ കോശങ്ങളിൽ വ്യതിയാനമുണ്ടാക്കുന്നു. പക്ഷേ ഒരു 80 തൊട്ട് 85% വരെയുള്ള സ്ത്രീകൾക്ക് ഈ കോശ വ്യതിയാനം മാറി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ 1% പേർക്ക് മാത്രം ഈ കോശ വ്യതിയാനങ്ങൾ നിൽക്കുകയും അത് ഭാവിയിൽ ക്യാൻസറായി മാറുകയും ചെയ്യും. അപ്പോൾ ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ വന്നാൽ ഒരു 10-15 വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അത് ക്യാൻസറായി മാറുകയുള്ളൂ. അപ്പോൾ അതിനെ തടയാൻ മാർഗം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാക്സിൻ എടുക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ 3 വർഷവും ഈ വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ കോശത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു വളരെ ലളിതമായ പാപ്സ്മിയർ ടെസ്റ്റ് വഴി എല്ലാ 3 വർഷവും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും ഈ ക്യാൻസറിനെ തടയാനും സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛനമ്മമാരും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.